നിങ്ങൾ വാർത്ത വായിച്ചു കാണും. SDP-യുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ED ആണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇയാളെ അങ്ങ് പൊക്കി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇവർ നടത്തിയ ഒരു പ്രസ്താവന 2047 ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായിരിക്കും SDP-I. അപ്പോൾ അതിൻ്റെ കാലിഫേറ്റ് ആകേണ്ട ആളാണ്, അതായത് പ്രധാനമന്ത്രി സ്ഥാനം ഇരിക്കേണ്ട ആളാണ്. ഇദ്ദേഹത്തെയാണ് ED അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അതായത് ജയിലിനകത്ത് കിടക്കുന്ന PFI ലീഡേഴ്സ്, ഇവർക്ക് വേണ്ടി, കാരണം കേരളത്തിലെയും പല ജയിലിലും ഉണ്ട്, ഈ ജയിലിൽ കിടക്കുന്ന പല PFI ലീഡേഴ്സിൻ്റെ ലീഗൽ സംഭവങ്ങൾ, അതിനു വേണ്ടിയും ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇത്ര പണം അടച്ചാൽ മാത്രമേ, ഏകദേശം 5 കോടിക്കടുത്ത് പണം അടച്ചാൽ മാത്രമേ പല ആൾക്കാർക്കും പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. കാരണം ഇവർ കേരളം മുഴുവൻ ബന്ദ് നടത്തി അടിച്ചങ്ങ് പൊളിച്ചു, പബ്ലിക് പ്രോപ്പർട്ടി അതും ഇതുമൊക്കെ. ഇതിനു വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവർ പണം കളക്ട് ചെയ്തു. ഈ കളക്ട് ചെയ്ത പണം ഈ ഹവാല രീതിയിൽ കേരളത്തിലോട്ട് കടത്താൻ ശ്രമിച്ചു. അതായത് ഈ SDP-യുടെ നേതൃത്വത്തിന് ഈ പണം കൊടുത്തിട്ട് അടയ്ക്കാൻ വേണ്ടി ഇത് കൈയോടങ്ങ് പൂക്കി. ഇതാണ് ഇഷ്യൂ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ SDP-യുടെ ഇപ്പോഴുള്ള ആൾക്കാരോടും പറയേണ്ട ഒരു പോയിൻ്റുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇവരുടെ ഈ സംഭവം, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്തും പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. അതായത് ഇവർ നടത്തിയ പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അവലും മുന്തിരിക്കും പഴവും എല്ലാം കരുതി വെക്കുക, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ ഇന്ത്യ പിടിക്കാൻ വരുന്നുണ്ട്. അന്ന് ഞാനൊരു വീഡിയോ ആ സമയത്ത് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു ബനാന റിപ്പബ്ലിക് അല്ല, ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്തിന് വിവേകമുണ്ട്, ഏറ്റവും നല്ലൊരു ഭരണം, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ നിങ്ങളൊരു കാട്ടറബി രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി കാണരുത്. അതിനെ ഞാൻ ഒഴിവാക്കുന്ന UAEയും ചില രാജ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ യമനും ഈ പറയുന്ന ഇറാനും ഈ പറയുന്ന ഒരു സ്വസ്ഥയുമില്ലാത്ത ലിബിയ, ലെബനൻ, സിറിയ, ഇതേപോലെ നിങ്ങൾ കാണരുത്. അതാണ് കാട്ടറബി രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യം എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുൻപിൽ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തിന് പല പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഈ രാജ്യത്ത് സൊല്യൂഷനുണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യം ലോകത്ത് ഏത് രാജ്യമാണ് ഉള്ളത്? ഇത്രമാത്രം ഭാഷ, ഇത്രമാത്രം സംസ്കാരം, ഇതൊക്കെ ഉള്ള രാജ്യമാണ്. ഇത്രമാത്രം ഭക്ഷണം തന്നെ 20 കിലോമീറ്റർ മാറുന്നൊരു ഒരു രാജ്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? 50-100 കിലോമീറ്റർ ഭാഷ തന്നെ മാറും. എത്ര ഭാഷയാണ്. പക്ഷേ എല്ലാവരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പതാകയുടെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളാണ്. അവരെ വെറും വടിയാക്കാൻ ഈ ഊളകൾ ശ്രമിച്ചതല്ലേ ഈ പ്രശ്നമായത്. 47 ഭരിക്കാൻ പോകുന്നു, ഇവിടെ കാലിഫറ്റ് ഉണ്ടാകാൻ പോകുന്നു, ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാകാൻ പോകുന്നു, എന്തൊക്കെയോ അടിച്ചുവിട്ടു. ഇപ്പോഴും കുറച്ച് പേര് അടിച്ചുവിടുന്നു. ഹമാസ് ജയിച്ചു, ഇറാൻ ജയിച്ചു. അതൊക്കെ വിശ്വസിച്ച് ഇതിൻ്റെ ഫാനുകളായിട്ട് നടക്കുന്ന പൊട്ടന്മാർ. അന്നേ ഞാൻ ഇവന്മാരെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞു, ഇവർക്ക് ബോധമില്ല. അല്ലെങ്കിൽ ഇത്രയും പേര് ജയിലിനകത്ത് കിടക്കുന്നു. ഇവരുടെ ധാരണ ഈ പണം പിരിച്ച് ഇത് സൈഫൺ ചെയ്ത് ഇന്ത്യയിലോട്ട് ഹവാല രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ ഇത് ആരും മോണിറ്റർ ചെയ്യത്തില്ലെന്ന് ഇവരുടെ ധാരണ. ഇതൊക്കെ മണ്ടത്തരമാണ് നീയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ അണ്ടർവെയർ വരെ സ്കാൻ ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ശരിക്കും നീ അനങ്ങിയാൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് വലിയ പ്രകടനം നടത്തി ഇതിനെതിരെ, വഖഫ് ബില്ലിനെതിരെ. ഇതൊക്കെ നിങ്ങളുടെ ധാരണ ആരും മോണിറ്റർ ചെയ്യുന്നില്ലെന്ന്. ഇതൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്.
നിങ്ങളെ തൊലയ്ക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിചാരിച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ രാജ്യത്തിന് വലിയ പ്രശ്നമുണ്ടാക്കുന്ന കൂട്ടരാണ്. നിങ്ങൾക്ക് താല്പര്യം ഇന്ത്യ രാജ്യത്തോടല്ല, ഇന്ത്യയുടെ ഐക്യം തകർക്കുക, അതിനുവേണ്ടി ഒരു മതവിഭാഗത്തെ കൂട്ടുപിടിക്കുക, അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് യൂട്യൂബ് ചാനൽ, ഒരു സാറ്റലൈറ്റ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അവരുടെ അജണ്ട വിസ്മയമാണ്, താലിബാൻ ഉണ്ടാക്കുക. ഇതൊക്കെ നിങ്ങൾ ധരിക്കുന്നത് ഇത് നാളൊരു കാലിഫേറ്റ് ഉണ്ടാകും ഇന്ത്യയിൽ, അത് ഭരിക്കാൻ പോകുന്ന ഇവരൊക്കെയാണ്. ഇതൊന്നും 1000 അല്ല 10,000 വർഷം കഴിഞ്ഞാൽ നടക്കാത്ത സംഭവമാണ്. ഇന്ത്യയിൽ ഈ സാധനം നടക്കത്തില്ല. അതിനു മുമ്പ് നിങ്ങളെ തൂക്കിയിരിക്കും, എന്ത് വില കൊടുത്തും. അതാണ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും സിറിയ അല്ല, ഒരു സുപ്രഭാതത്തിന് ഇവിടുത്തെ സിറിയയുടെ ആസാദ് ഓടിപ്പോയി, അതല്ല ഇത് ലെബനൻ അല്ല, ഇത് യമൻ അല്ല, ഇത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ്. ഈ മഹാരാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ഇതിൻ്റെ ഫൗണ്ടേഴ്സുണ്ട്. അവരെന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? ഓരോ ഇന്ത്യക്കാരനും അതിൻ്റേതായ അവൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അവന് ഈ രാജ്യത്തോടുള്ള സ്നേഹമുണ്ട്, നിനക്കില്ലെങ്കിൽ പോലും. ഇവിടെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എന്താണ്, അതിൻ്റെ പവർ എന്താണ്, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്. കാരണം ഇസ്ലാമിക രാജ്യം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന നിനക്കൊക്കെ വീണ്ടും ഇത് കാലിഫേറ്റ് ആക്കണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നമാണ്. അപ്പം അതും സ്വപ്നം കണ്ട് അതിനെ തലോടി ഹമാസിൻ്റെ സപ്പോർട്ടറായിട്ട് ലോകത്ത് നടക്കുന്ന ടെററിസ്റ്റ് മുഴുവനും സപ്പോർട്ടീവ് ഫാനുകൾ ഉണ്ടാക്കുന്ന മിനി പാകിസ്ഥാൻകാരും കേരളത്തിലെ ഹമാസിൻ്റെ ഫാനുകളും, നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ ഹമാസിൻ്റെ ഫാനുകൾ നിങ്ങളുടെ ധാരണ നിങ്ങളാരും മോണിറ്റർ ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങളുടെ മതവിഭാഗത്തിനുണ്ടായ ഒരു തകർച്ച നിങ്ങൾ കണ്ടു. നിങ്ങളെ വെല്ലുവിളിക്കുന്ന കണ്ടോ ആളുകൾ ഇത്രമാത്രം. അത് നേരില്ലേ നിങ്ങൾ എക്സ് മുസ്ലിം ആണെങ്കിലും മറ്റുള്ള നിങ്ങളെ പൊളിച്ചങ്ങ് അടുക്കുമല്ലയോ. ഇത്രമാത്രം ഈ ഇസ്ലാമിനെ പൊളിച്ചടുക്കിയൊരു നൂറ്റാണ്ട് ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. ഏറ്റവും കൂടുതൽ പൊളിച്ചെടുക്കുന്നത് കേരളത്തിൽ. കാരണം ഇവിടെയാണ് നിങ്ങൾ വാദങ്ങൾ നികത്തുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു, കുറച്ച് 4-5 മുസ്ലിം പെൺകുട്ടികൾ ഈ റീലിലാണ് കണ്ടത്. അവർ മലയാള പാട്ടനുസരിച്ച് ഈ തട്ടമൊക്കെ ഇട്ട് അവർ ഭയങ്കരമായിട്ട് ആടി ഡാൻസ് ചെയ്യുവാണ് കല്യാണത്തിന്. പാട്ട് ഹറാമ, ഡാൻസ് ഹറാമ, എല്ലാം ഹറാമ. അതാണ് നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ കാലിഫറ്റ് എന്നും പറഞ്ഞ് വരാൻ ശ്രമിക്കുന്നത്. അപ്പം അതിനെ അനുകൂലിക്കുന്ന കുറച്ച് പൊട്ടന്മാരുമുണ്ട്. അതിനെ നിശബ്ദമായി നോക്കി നിൽക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങളിതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതാണ് ഞാൻ പല വീഡിയോയിലും പല പോസ്റ്റിലും പറയുന്നത്. നിങ്ങളിതിന് വില കൊടുക്കേണ്ടി വരും. ഇവർക്ക് ബോധമില്ല, ഇവർക്ക് മതഭ്രാന്തികർ തലപിടിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ആലോചിച്ച് നോക്കുക. ഈ രാജ്യത്തിൻ്റെ വിഭിന്നമായ സ്വഭാവവും അതിൻ്റെ ഭാവവും കൊണ്ട് ഇവിടെ ലോകത്തെ ആൾക്കാർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് പല ആൾക്കാരും പല രീതിയിൽ വരുന്നത്. അതിനൊരു തെളിവ് തന്നെയാണ് ഞാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ രീതിയിലും ഗ്ലോബലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ രൂപത്തിൽ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം? കാരണം ഇവർ കൊണ്ട് ലോകം മുഴുവന് ശല്യമായി മാറി. കാരണം ആ ശല്യത്തിൻ്റെ ഭാഗമായിട്ട് ജാസ്മിൻ ഷായും കൂട്ടലൊരു ഭാഗത്ത്, കാരണം ആ സമാധാനം കെടുത്തുക, തൊലയ്ക്കുക, നശിപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് SDPI. എന്തിനു വേണ്ടിയാണ് വഖഫ്? ആർക്ക് വേണ്ടിയാണ് വഖഫ്? മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടിയാണ് വഖഫ്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ഈ വഖഫ്? ആർക്കും വേണ്ടി അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം. ഒരു ബേസുമില്ലാത്ത സാധനം. അതായത് മനസ്സിലാക്കുക, വരാൻ പോകുന്ന സമയത്തും ഇന്ത്യയും സ്റ്റേറ്റും ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങളെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പിണറായിക്ക് അടി കിട്ടിയിരിക്കുന്ന എന്താ കാര്യം? മുസ്ലിം പ്രീണനം. അതുകൊണ്ടാണ് അയാളുടെ പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതൽ ഡൗൺ ആയിപ്പോയത്. കാരണം CPM പാർട്ടി സഖാക്കന്മാർ തന്നെ നേരിട്ട് പറയാൻ തുടങ്ങി. CPM കിട്ടിയ അടിയാണ്. എന്താ ലീഗ് പഴയ പോലെ താളമൊന്നും പിടിച്ച് മുമ്പോട്ട് വരാത്തതിൻ്റെ കാര്യം? അവർക്കും പിടികിട്ടിയ സാഹചര്യങ്ങളുടെ പോക്ക് അവർക്കെതിരെയാണ്. കാരണം പ്രീണനം
ഇവിടെ ഇത് ടോപ്പിക്കായി മാറി കേരളത്തിൽ. ഇവിടെ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളും ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസും ഒരു ബോണ്ടേജ് പോലായി മാറി ഈ പ്രീണനത്തിനെതിരെ. കാരണം നിങ്ങളെ എതിർത്തേ മതിയാവത്തുള്ളൂ. ഇത് ശക്തം പ്രാപിക്കുമ്പോൾ മനസ്സിലാകേണ്ടത്, ഇതേപോലെയുള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന SDP ആണെങ്കിലും PFI ആണെങ്കിലും ലീഗ് ആണെങ്കിലും നിങ്ങൾ കേരളത്തിൽ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകും. ഇത് വരാനുള്ള സമയത്ത് തെളിയിക്കുക. അതിൻ്റെ പേരിലാണ് പറയുന്നത് നിങ്ങൾ ആ സ്റ്റാൻഡുകളിൽ നിന്നും മാറുക. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എതിർക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ പാകിസ്ഥാൻ പ്രേമികളും ഹമാസിൻ്റെ അനുകൂലികളും ഇറാൻ്റെ അനുകൂലികളും ആകെ നിങ്ങളത് കാണിക്കുന്ന ബ്ലണ്ടറാണ്, ഹിമാലയൻ ബ്ലണ്ടറാണ്. നിങ്ങൾ കളിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ റിപ്പബ്ലിക്കിനോടാണ്. അതിനോട് കളിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല, നിങ്ങൾ വളരുകയില്ല. കാരണം എല്ലാ ആൾക്കാരും കെട്ടിപ്പടുത്തി, ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം കെട്ടിപ്പടുത്തിയ ഒരു രാജ്യമായത്. അതിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ എല്ലാ ആൾക്കാരും നിങ്ങൾക്കെതിരാകും. അതാണ് ഓരോ ദിവസവും കാണുന്ന ഡെവലപ്മെൻറ്റ്. അത് കാലിഫേറ്റ് ആകാൻ പോയ ആൾ തിഹാർ ജയിലിനകത്ത് കയറാൻ പോവാണ്. ഇനി അയാൾ എന്നിറങ്ങും? അൺസർട്ടനിറ്റി. ഇന്ന് നേരത്തെ തിഹാറിൽ കയറിയോ സുപ്രീം കോർട്ട് വരെ പോയി. അവരിറങ്ങുമോ? ഇറങ്ങത്തില്ല. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള അജണ്ടയാണ് തീർക്കുക എന്നുള്ളത്. അതിന് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും മാറിയേ മതിയാകത്തുള്ളൂ. ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയിൽ വന്നിട്ട് പാകിസ്ഥാൻകാരനായിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യയുടെ ശത്രുവായിട്ട് ജീവിക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യ മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ പോകുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ താറടിക്കാൻ തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും ഒരു ഇന്ത്യക്കാരൻ പോലും നിങ്ങളെ വെറുതെ വിടുകയില്ല. ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ്.